ഈ സൗന്ദര്യല്ലാണ് കല്യാണം കഴിച്ചതിന് ശേഷം സൗന്ദര്യല്ല അങ്ങനാണ് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കില്ല ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ എന്താ ചിന്തിക്കാൻ ഈ സൗന്ദര്യം ഇവർക്ക് ഇതിന്റെ മുമ്പ് പോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ കല്യാണം കഴിക്കണോ. കാരണം പിന്നെ സംഭവം സൗന്ദര്യമൊന്നും അല്ല ഒരു ജീവിതത്തിന്റെ മുഖ്യ ഘടകം. സൗന്ദര്യം ഉണ്ട് എന്ന് വിചാരിച്ചാൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. സൗന്ദര്യം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നല്ല ഹാപ്പി ആയിട്ട് നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച് പോവുക. അതെ, അങ്ങനെയല്ല. ഇന്റെ ഞാൻ പറയട്ടെ, എന്താ അറിയോ, ഫാമിലിയുമായിട്ട് ജീവിക്കാനുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഫാമിലിയും മക്കളും അതിൽ കളിച്ചും ചിരിച്ചും അതിന്റെ അത്ര ലഹരി വേറെല്ലാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പ്രത്യേക സുഖമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് വേറെ. അതല്ലാതെ ഈ സൗന്ദര്യം ഇതൊക്കെ ഞങ്ങൾ കല്യാണിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കാൻ പറ്റും. നോക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ കല്യാണിച്ച ശേഷമുള്ള അത് പറയാൻ പറ്റില്ല. കാരണം ഏതൊരാളെ നേരിട്ട് അറിഞ്ഞാലേ ഓരോ സ്വഭാവവും അങ്ങനെ ആണുങ്ങളൊക്കെ മനസ്സിലാകുകയൊന്നുമില്ല. അപ്പൊ അതൊന്നും അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് സൗന്ദര്യം അങ്ങനെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കല്യാണത്തിന്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ നോക്കി അത് വേണ്ടാന്ന് വെച്ചാൽ മതിയല്ലോ. വെറുതെ എന്തിനാ ജീവിതം അല്ലാണ്ടാക്കുന്നത്. പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇനി കല്യാണം കഴിഞ്ഞ് ഓല് സൗന്ദര്യം ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഓലെ വേണ്ടാന്ന് വെച്ച് പോരണം. അല്ലാണ്ട് അതൊന്നും ഒരു അവസാനല്ല. അവര് വേണ്ട നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലേ. ഓലെ വേണ്ടെങ്കിൽ വേണ്ട, അത്രല്ലേ ഉള്ളൂ. പിന്നെ അതിലേക്കും നല്ല ജീവിതം വേറെ കിട്ടും അങ്ങനെ ചിന്തിച്ചാ പോരെ.